ഇന്ന് നമ്മളിവിടെ മേത്തി റൈസാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാവിത്രി സുരേഷ്. മേത്തി റൈസിന് വേണ്ടി 1 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വേവിച്ച് വെച്ചതാണത്. ഇത് മേത്തി ലീഫ്. ഇതാണ് മേത്തി ലീഫ്. ഇത് വലിയ തണ്ടൊക്കെ കളഞ്ഞിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. 2 പച്ചമുളക്, ഒരു 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ചതച്ചെടുത്താലും മതി. ഒരു സവാള അരിഞ്ഞത്, ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞത്, മല്ലിയില, 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗീ, ഓയിൽ. ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ചുള്ളത് കൊണ്ടൊന്ന് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അരിയില്ല. ഇതൊന്ന് ചതച്ചുകൊണ്ടുവരാം. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം. ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ കുറച്ച് ഓയിലും 1 ടീസ്പൂൺ ഗീ ഇടുന്നുണ്ട്. അതിലേക്ക് ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ സവാള ഇടാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിടുക. അപ്പോൾ പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടും. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇടുന്നുണ്ട്. ഇതൊരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കാം. ഇനി ടൊമാറ്റോ ഇടാം. ഈ അരിഞ്ഞു വെച്ച മേത്തി ലീഫ് ഇട്ടു. ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ചേർക്കാം. ഇനി ഈ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഈ മല്ലിയില ഇട്ട് ഇറക്കാം. ഇങ്ങനെ നമ്മുടെ മേത്തി റൈസ് റെഡിയായി. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.